അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന പാരമ്പര്യ ഇസ്ലാം. അതിന് സമാന്തരമായി വന്നിട്ടുള്ള ആശയം അതാണല്ലോ സലഫിസം എന്ന് പറയുന്നത്. ഈ സലഫിസം വന്നത് എവിടെ നിന്നാണ്? നമ്മളതൊന്ന് പഠിക്കണം. അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന ഇസ്ലാം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, സ്വഹാബികളിൽ നിന്ന്, താബിഉകളിൽ നിന്ന്, തബഉ താബിഉകളിലൂടെ, മദ്ഹബിന്റെ ഇമാമുകളിലൂടെ, പൂർവസൂരികളായ പണ്ഡിത മഹത്തുക്കളിലൂടെയാണ് അഹ്ലുസുന്നയാകുന്ന ഇസ്ലാം വന്നതെങ്കിൽ, സഹോദരങ്ങളെ, കേരളത്തിലെ സലഫിസം കേരളത്തിലേക്ക് വരുന്നത് എവിടെ നിന്നാണ്? എന്റെ കയ്യിൽ ഒരു ഡസൻ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് സഹോദരന്മാരെ. അതിലൊക്കെ മുജാഹിദുകൾ അവര് രേഖപ്പെടുത്തി വെക്കുന്നത് എന്താ? അവരുടെ പ്രസിദ്ധീകരണങ്ങൾ. യുവത ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതകൾ, അതുപോലെ ശബാബ് വാരിക. സഹോദരങ്ങളെ, അങ്ങനെ ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താ ഡോക്ടർ ഇ.കെ. അഹമ്മദ് കുട്ടി മൗലവി എഴുതിയ പുസ്തകങ്ങൾ, അതിലൊക്കെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വസ്തുത എന്താ? കേരളത്തിലേക്ക് സലഫിസമാകുന്ന മുജാഹിദ് പ്രസ്ഥാനം എത്തുന്നത് അത് ഈജിപ്തിൽ നിന്നാണ്. അവരതാ വളരെ വ്യക്തമായി ഈ കാര്യം രേഖപ്പെടുത്തി വെക്കുന്നു. ഡോക്ടർ ഇ.കെ. അഹമ്മദ് കുട്ടി സാഹിബ് എഴുതിയ അവരുടെ പ്രസിദ്ധീകരണത്തിൽ, അവരുടെ പുസ്തകത്തിൽ, കേന്ദ്രം പുറത്തിറക്കിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് എന്താ? ആ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലേക്ക് വരുന്നത് വക്കം മൗലവിയിലൂടെയാണ്. കണ്ടോ, ഇസ്ലാമും കേരളത്തിലെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളും എന്ന പുസ്തകത്തിൽ, അതിന്റെ 8ാമത്തെ പേജിൽ കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിൽ പറയുന്നത് എന്താണ്? അതെ, വക്കം മൗലവി ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സുപ്രസിദ്ധ അറബി മാസികയായ അൽ മനാറിലൂടെയാണ് കേരളത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന് മുജാഹിദ് പറയുന്ന വഹാബിസത്തെ, സലഫിസത്തെ അയാൾ പരിചയപ്പെടുന്നത്. അവർക്ക് ഈ അൽമനാർ മാസികയിലൂടെ ഈ ആശയം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? മുജാഹിദുകളുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ പറയുന്നു. ഒരു ഡസൻ പ്രസിദ്ധീകരണം എന്റെ കൈവശമുണ്ട്. അതിലൊക്കെ അവർ പറയുന്നത് എന്താ? പ്രധാനമായും 3 വ്യക്തികളാണ്. നമ്മളത് പഠിക്കണം. ഒന്ന് അഫ്ഗാനി, ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന വ്യക്തി. രണ്ടാമത്തത് മുഹമ്മദ് അബ്ദു, 3 റഷീദ് റിള. ഈ 3 പേരാണത്രേ ഈജിപ്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അവരിൽ നിന്നാണ് കേരളത്തിലെ മുജാഹിദുകളുടെ 1ാമത്തെ മുജാഹിദായ വക്കം മൗലവിക്ക് ഈ ആശയം ലഭ്യമാകുന്നത്. വക്കം മൗലവി അവരിൽ നിന്ന് വക്കം മൗലവി പഠിച്ചു. അദ്ദേഹമാണ് കേരളത്തിൽ മുഴുക്കയും ഈ ആശയം പ്രചരിപ്പിച്ചിട്ടുള്ളതെന്ന് ഇതാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഡോക്ടർ ഇ.കെ. അഹമ്മദ് കുട്ടി എഴുതിയ ഇസ്ലാമും കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതുപോലെ പി മുഹമ്മദ് കുട്ടശ്ശേരി എഴുതുന്നു, എല്ലാ മൗലവിമാരും എഴുതുന്നു. അതിലൊക്കെ പറയുന്ന കാര്യം എന്താ? ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിള. സഹോദരന്മാരെ, ഈ 3 പേരുമാണ് ഇവർക്ക് നവോത്ഥാനത്തിന് മാതൃകയായിട്ടുള്ളത് എന്നാണ്. ഈ 3 ആളുടെയും സ്വഭാവം എന്താ? വിശദീകരിക്കാൻ ഓരോന്ന് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. അവരുടെ നവോത്ഥാനം, അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നറിയോ? പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുക മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മുഅ്ജിസത്തുകളെ നിഷേധിക്കൽ മാത്രമല്ല, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ നിഷേധിക്കുകയും ആ ഹദീസുകളെ കള്ളമാക്കുകയും ഹദീസുകളെ കുഴിച്ചുമൂടുകയും ചെയ്യുന്ന പ്രവണതയാണ് ഈ 3 ആളുടെയും മുഖമുദ്ര എന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ രേഖപ്പെടുത്തി വെച്ചത് എന്റെ കൈവശമുണ്ട്. വിശദീകരിച്ചു പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഇത് ഇസ്ലാഹി മാസികയാണ്. ഉഗ്രവാദി ഗ്രൂപ്പിന്റെ തീവ്രവാദി മാസികയാണ് ഇസ്ലാഹി മാസിക. ഈ ഇസ്ലാഹി മാസികയിൽ പറയുന്നത് എന്താ? ഇവരുടെ നേതാവായ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് പറയുന്നു. മുഹമ്മദ് അബ്ദു ആരാന്നറിയോ? മുഹമ്മദ് അബ്ദു ആരാ? അയാൾ ഇവിടെയുള്ള ഹദീസുകളെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ നിഷേധിക്കുന്ന കടുത്ത ഹദീസ് നിഷേധിയാകുന്നു മുഹമ്മദ് അബ്ദു. ഇനി റഷീദ് റിള ആരാ?
ഇസ്ലാഹി ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ MI മുഹമ്മദ് അലി സുല്ലമി എന്ന ഈ മനുഷ്യൻ ഈ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, ആരാണിവർ? ഹദീസ് നിഷേധിയാകുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളെ നിഷേധിക്കുന്ന വ്യക്തിയാണ്. എന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. അവിടെ ഇറങ്ങണം, എന്നാലേ തീരുള്ളൂ ആൾക്കാർ. നമ്മുടെ സോൺ നേതാക്കൾ നിങ്ങളെ സമീപിക്കുന്നത് വെറുതെ ആക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും അർഹമായ രൂപത്തിൽ അവരെ ഗൗനിക്കുകയും സഹായിക്കുകയും ചെയ്യണം. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ നിഷേധിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ അത് ശാസ്ത്രത്തോട് യോജിക്കാത്തത് കൊണ്ട് നിഷേധിക്കുന്നു. ഇതാ ഇസ്ലാഹി മാസികയിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ഗൾഫ് സലഫിസം എന്ന മുജാഹിദുകൾ തന്നെ പുറത്തിറക്കിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഹദീസ് പ്രസക്തി പ്രാമാണികത നിഷേധം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഗ്രൂപ്പ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. കഴിഞ്ഞില്ല, സമകാലിക പണ്ഡിതനായ ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബ്ഹാനി അവരുടെ അൽ ഖസീദത്തുർ റായിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്താ അവർ പറയുന്നത്? ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ നിഷേധിക്കുന്നു. അദ്ദേഹം പറയുന്ന വരി, ഒരൊറ്റ വരി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒരു ഹദീസുണ്ട് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും. എന്താണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമുക്ക് തലക്കുമീതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ എല്ലാ ദിവസവും അർശിന്റെ ചുവട്ടിൽ ചെന്ന് സുജൂദ് ചെയ്യുന്നു. എങ്ങനെയാണ് ആ സുജൂദ്? എന്താണ് അതിന്റെ രൂപം? നമുക്കറിയൂല. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും സുജൂദ് ചെയ്യും. എന്നിട്ടോ പിറ്റേ ദിവസം ഉദിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. അപ്പൊ അള്ളാഹു സമ്മതം കൊടുക്കും. ഒരു ദിവസം അള്ളാഹു സമ്മതം കൊടുക്കൂല. അന്നാണ് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുക എന്ന ഖിയാമത്തിന്റെ അലാമത്ത് സംഭവിക്കൽ. അങ്ങനെ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അല്ലാമ യൂസുഫ് നബ്ഹാനി തങ്ങൾ പറഞ്ഞു, വമിൻഹു ഹദീസു ശംസി ബഅദ ഗുറൂബിഹാ ഫതസ്ജുദു തഹ്തൽ അർശി തസ്തഇദിനു സൈറാ. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ സൂര്യൻ സുജൂദ് ചെയ്യുന്ന ഹദീസ് അത് ഇയാൾ നിഷേധിക്കുന്നു. ആ ഹദീസ് മോശമൊന്നുമല്ല. റവാഹുൽ ഇമാമാനിൽ ബുഖാരി വ മുസ്ലിമുൻ ഫസിഹ്ഹതുഹു കശംസി ഖത്വാലഅത് ളുഹ്റാ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. പച്ചപ്പകൽ പോലെ വ്യക്തമാണ് ആ ഹദീസ് സഹീഹാണ് എന്ന കാര്യം. وما شك في صدق الحديث وإنما رأى خبر المختار ما طابق الخبرا. പക്ഷേ ഈ പറഞ്ഞ റഷീദ് റിള എന്ന ഇവരുടെ നേതാവുണ്ടല്ലോ, ആ നേതാവ് പറയുന്നത് എന്താണെന്നറിയോ? ഹദീസൊക്കെ സഹിയാണ്, ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചതാണ്. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം മറ്റൊന്നുമല്ല. അയാൾ പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഹദീസ് ശാസ്ത്രത്തോട് യോജിച്ചിട്ടില്ല. സൂര്യൻ ഇങ്ങനെ സുജൂദ് ചെയ്യുന്ന ഒരു വർത്തമാനം ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയൂല. وصرح فيه أنه غير واقع وأن رسول الله لم يعرف الأمر. അയാൾ പറയാണ്, ഇതൊന്നും നടക്കണ കാര്യമല്ല. സൂര്യൻ പോയി സുജൂദ് ചെയ്യുക, എങ്ങനെയാ അത് നടക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യം അറിയില്ല, അറിയാതെ റസൂല് പറഞ്ഞതാണിത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പച്ചയായി നിഷേധിക്കുന്ന പ്രവണത. അതാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ, മുഹമ്മദ് അബ്ദുവിന്റെ, റഷീദ് റിളയുടെ സ്വഭാവമെന്ന് മുജാഹിദുകളുടെ ഈ അടുത്തായി പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാമ യൂസുഫ് നബ്ഹാനി രേഖപ്പെടുത്തി വെക്കുന്നു.
സമകാലിക പണ്ഡിതന്മാരൊക്കെയും രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിലെ മുജാഹിദുകളോ ഈ 3 പേരുമാണ് ഇവരുടെ നവോത്ഥാന നായകരെന്ന് അവരുടെ എല്ലാ പ്രസിദ്ധീകരണത്തിലും പറയുന്നു. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരാമുഖം എന്ന പുസ്തകത്തിൽ, സമ്മേളന സുവനീറിൽ, ശബാബ് വാരികയിൽ, യുവത, ഞാൻ പറഞ്ഞല്ലോ 1/2 ഡസൻ പ്രസിദ്ധീകരണം എന്റെ കൈവശം തന്നെ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെ ഇവരുടെ നവോത്ഥാന നായകന്മാരായി അവർ പരിചയപ്പെടുത്തുന്നത് ഈ 3 പേരെയാണ്. മുജാഹിദ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം കർമ്മകാലം എന്ന പ്രസിദ്ധീകരണമാണ്. ഇതിനും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തുന്നത് ആരെയാണ്? പ്രധാനമായും ഈ 3 പേരെയാണ്. ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിളാ. ഇവരുടെ സ്വഭാവമാണെങ്കിലോ ഇവർ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ നിഷേധിക്കുന്നവരാണ്. റസൂലുള്ളാഹി അമ്പിയാക്കളുടെ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നവരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സമുദ്രത്തിൽ അടിച്ചപ്പോൾ സമുദ്രം പിളർന്ന സംഭവം നമുക്കറിയാം. അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇവർ അംഗീകരിക്കുന്നില്ല. ഇവർ പറയുന്നത് അത് സമുദ്രത്തിൽ ഉണ്ടാകുന്ന വേലിയേറ്റവും വേലിയിറക്കവുമാകുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പ്രമാണങ്ങളെ, ആ പ്രമാണങ്ങൾക്ക് നേരെ പല്ലിടിക്കുകയും അതിനെ നിഷേധിക്കുകയും ഹദീസുകളെ കൊച്ചാക്കുകയും കുഴിച്ചു മൂടുകയും പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ഈ പറഞ്ഞ 3 നേതാക്കളുടെയും പ്രധാനപ്പെട്ട അവരുടെ നവോത്ഥാനം. അതാണ് സാംസ്കാരികമായി ധാർമ്മികമായി അങ്ങേയറ്റം മതപ്പതിച്ചവരാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള ഈ നേതാക്കളിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ടാണത്രേ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നായകന്മാരും നേതാക്കളും അവരാണെന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ 1 ഡസനിലേറെ പ്രസിദ്ധീകരണത്തിൽ അവകാശപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഓർക്കണം, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ വന്നത് എവിടെ നിന്നാ? അത് നബി സല്ലല്ലാഹു സ്വഹാബത്ത് നബി തങ്ങളിൽ നിന്ന് വന്ന ആശയം സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകളിലൂടെ, മദ്ഹബിന്റെ ഇമാമുകളിലൂടെ, സച്ചരിതരായ മുൻഗാമികളിലൂടെ, പൂർവികരിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിലേക്ക് സലഫിസം വരുന്നത് എവിടെ നിന്നാ? ഈജിപ്തിൽ നിന്നാണ് വരുന്നത്. അത് ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദ് റിളയിലൂടെയാണ് വരുന്നത്. അവരാണെങ്കിലോ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് നിഷേധിക്കുന്നവരാണ്, മുഅ്ജിസത്ത് നിഷേധിക്കുന്നവരാണ്, ധാർമ്മികമായി ഒരു ഉണർവുമില്ലാത്തവരുമാകുന്നു. ഇതാണ് ഈ 2 ആശയവും തമ്മിലുള്ള വ്യതിരക്തത എന്ന വസ്തുത നമ്മൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവരിൽ നിന്ന് മാതൃക സ്വീകരിച്ച് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് എന്ന സലഫിസത്തിന്റെ ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾ? അവരും ഇതേ മാതൃക പിൻപറ്റുന്നു. അവരെന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പാടെ നിഷേധിക്കുന്നു.